ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ മൈസൂർ പയാന കാർ മ്യൂസിയത്തിൻ്റെ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ട് പഴയ വണ്ടികളൊക്കെ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചു. എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, പോയി നോക്കാം. കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റിലാണ്. പണ്ടത്തെ വണ്ടികളൊക്കെ കാണാമല്ലോ എന്നല്ല ഒരു എനിക്ക് പണ്ടത്തെ വണ്ടീനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയാസൊന്നും ഇല്ല. എന്തായാലും ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്നൊന്ന് പോയി കാണാം. നല്ല തിരക്കുണ്ട് കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാരെ കാണാനാണ് ഇത്രയും തിരക്ക് ഉള്ളത്. ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് 50 ഉറുപ്പ്യ. ഞങ്ങൾ 8 ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അതാണ് 400 ഉറുപ്പ്യ ആയിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാറാണ് ഇത് പ്രീമിയർ പത്മിനി ഒന്നല്ല, നമ്മളെ സ്റ്റാൻഡേർഡ് കമ്പനീൻ്റെ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് UK ബേസ്ഡ് ആയിട്ടുള്ള ട്രയംഫ് ഹെറാൾഡിൻ്റെ നേരെ കോപ്പിയാണ് കേട്ടത്. ഇതിൽ 2 ഡോറും 4 ഡോറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ വീൽസിൻ്റെ എവല്യൂഷനാണ് ഇവിടെ കാണുന്നത്. തുടക്കത്തിൽ വീൽ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോൾ വീൽ എങ്ങനെയൊക്കെ മാറിയെന്നാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ കാറിൻ്റെ മുന്നേ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വണ്ടിയിലാണ് ഇവിടെ ഒരു ലൈനിൽ വെച്ചിട്ടുള്ളത്. കുറേ കുതിര വണ്ടിയും കാളവണ്ടിയും ഒക്കെയാണ് ഒരു 4-5 ടൈപ്പ് വണ്ടിയിലാണ് ഇവിടെ കാണാൻ വെച്ചിട്ടുള്ളത്. എല്ലാ വണ്ടിയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. കാണുമ്പോൾ തന്നെ പുതിയ വണ്ടീൻ്റെ ഒരു ലുക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത് കാണാൻ പോകുന്നത് ഫിയറ്റിൻ്റെ 501 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താണെങ്കിൽ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ആദ്യമായിട്ട് ഫിയറ്റ് ഇറക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി. പിന്നെ ഇത് 2 ഡോറും കൂടിയാണ്. ഈ കാണുന്ന വണ്ടിയാണ് ഫിയറ്റിൻ്റെ 521 പറഞ്ഞിട്ടുള്ള മോഡൽ. ഇത് 501ൻ്റെ നേരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് 4 ഡോർ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടീൻ്റെ നെയിം ഓസ്റ്റിൻ 7RM ആണ്. ഈ സൈസ് പോലെ തന്നെ ഇതിൻ്റെ നിക്ക് നെയിം എന്ന് പറഞ്ഞാൽ ബേബി ഓസ്റ്റിൻ എന്നാണ് വിളിക്കൽ. ഈ കാണുന്ന ഈ 2 വണ്ടിയും മോറിസിൻ്റെ മോഡൽസാണ്. ഇതൊക്കെ ബ്രിട്ടീഷ് കമ്പനീൻ്റെ മാനുഫാക്ചറിങ് തന്നെയാണ്. ഈ മോറിസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കമ്പനിയാണ്. പിന്നെ അടുത്ത് കാണുന്ന ഈ മോഡൽ മോറിസ് അല്ല കേട്ടോ. ഇത് വന്നിട്ട് ഫ്രൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. കാണാൻ ഒരു അംബാസിഡറിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും അംബാസിഡർ ഒന്നുമല്ല കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു അംബാസിഡർ ആണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അതല്ല, അതിൻ്റെ കുറേ മുന്നേ ഇറങ്ങിയ ഒരു ഫ്രൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. ഇത് ബ്രിട്ടീഷ് അല്ല, അമേരിക്കൻ കമ്പനിയാണ്. പണ്ടൊക്കെ അഫോർഡബിൾ കാർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിനെയാണ് വന്നത്. ഇത് സ്കോഡ പോപ്പുലർ 420 ആണ്. ഈ വണ്ടിയാണ് പണ്ട് കാലത്ത് മോസ്റ്റ് എക്സ്പെൻസീവ് കാർ. ഡെയ്മിലർ DE36. ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് കൊണ്ടുണ്ട് DE27. അതിൻ്റെ വീൽ ബേസ് ഇതിനേക്കാളും ചെറുതാണ്. പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർ അങ്ങനത്തെ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ വണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പോസ്റ്റിങ്ങിലുള്ള ആൾക്കാരും ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടി കുറച്ച് സ്കൂട്ടറും പിന്നെ ബൈക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. M80, വെസ്പ, പിന്നെ ബജാജിൻ്റെ ചേതക്ക്, പഴയ മോഡൽ ബുള്ളറ്റ്, അങ്ങനത്തെ ബൈക്ക് കളക്ഷൻ ഇവിടെ ഉണ്ട്. വിൻറ്റേജ് കാർ മാത്രമല്ല ബൈക്കുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഹിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോർസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കാറാണ് ഇത്. ഹിന്ദുസ്ഥാൻ 14 പറഞ്ഞിട്ടുള്ള മോഡലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റോഡ്സ് കൂടുതൽ കാലം ഭരിച്ചിട്ടുണ്ടായിരുന്ന അംബാസിഡർ വണ്ടിയാണ്. ആ അംബാസിഡറിൻ്റെ ഒരു തുടക്ക മോഡലാണ് ഇത്. ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അംബാസിഡർ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 ഒക്കെ ഇറങ്ങിയത്. ഇത് ഷെവർലേറ്റിൻ്റെ ബെല്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഹാർഡ് ടൈപ്പ് ആണ്. ഇതിൽ തന്നെ കൺവെർട്ടബിൾ ടൈപ്പും വരുന്നുണ്ട്. ഇതിൻ്റെ മാനുഫാക്ചറിങ് 1950 to 1980 വരെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വെച്ച് കണ്ടതിൽ ഏറ്റവും
ഇഷ്ടപ്പെട്ട എന്നെ അട്രാക്റ്റ് ചെയ്ത വണ്ടി ഈ വണ്ടിയാണ്. ഷെവർലെറ്റിൻ്റെ ഇമ്പള എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. പിന്നെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ അടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അടിയിൽ ഇതേപോലെ കുറേ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മുകളിലത്തെ ഫ്ലോറാണ്. കയറി ചെല്ലുമ്പോൾ ഈ ഫ്ലോറിലേക്കാണ് പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത്. അത് ഇറങ്ങുമ്പോൾ തന്നെ ഈ മുകളിലൊരു പറക്കണ ടൈപ്പുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് സ്കൂട്ടറും പിന്നെ ഫിയറ്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫിയറ്റിൻ്റെ ഓരോരോ മോഡൽസും ഫസ്റ്റ് ഇറങ്ങിയത് തൊട്ട് അവസാനം ടാക്സി മോഡൽ ഇറങ്ങിയ വരെയുള്ള പ്രീമിയർ വെത്മിനിൻ്റെ വണ്ടികൾ ലൈനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അംബാസിഡറിൻ്റെ മാർക്ക് 4 മോഡലാണ് ഇപ്പോൾ കാണുന്നത്. 2000 മോഡലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വില്ലീസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സെക്ഷൻ പറഞ്ഞാൽ ട്രക്കിൻ്റെ സെക്ഷനാണ്. ഈ കാണുന്നത് വില്ലീസിൻ്റെ ഒരു ട്രക്കാണ്. 1958 മോഡലാണിത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോർഡിൻ്റെയും ടാറ്റൻ്റെയും ട്രക്കുകൾ കാണാൻ പറ്റി. പിന്നെ ഇവിടെ ഒരു മിലിറ്ററി ട്രക്കിനെ കാണാൻ പറ്റി. അത് നല്ല സൈസുള്ള സാധനമായിട്ട്. ബാക്കിയുള്ള ട്രക്കിനേക്കാൾ വലിയ സൈസാണ്. റഷ്യൻ മേഡാണത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഡോഡ്ജിൻ്റെ ട്രക്കും ഉണ്ട്. ഇത് ചെറുതാണ്, എന്നാലും ഇതുവരെ കാണാത്ത ടൈപ്പ് വണ്ടികളൊക്കെയാണിത്. ഈ കാണുന്നത് എല്ലാവർക്കും അറിയാം, ബെൻസാണ്. ബെൻസിൻ്റെ ഇ ക്ലാസ്സാണ്. 2008 മോഡലാണ്. ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല ലുക്കുണ്ട്. ഫ്രണ്ടും സൈഡൊക്കെ നല്ല ലുക്ക് തന്നെയാണ്. പിന്നെ ഈ കാണുന്നത് ബെൻസിൻ്റെ 240D എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഈ മോഡൽ വണ്ടികളൊക്കെ നമ്മൾ ഒരുപാട് ഫിലിമിൽ കണ്ടിട്ടുള്ളതാണ്. ഇതും ഒരു 200D എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ബെൻസിൽ. BMW E32 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണിത്. 90-ലൊക്കെയാണ് ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതേപോലെ ടൊയോട്ട കൊറോളാണ്ട്. ഇതും 90-ൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തെ കൊറോളയ്ക്കും പണ്ടത്തെ കൊറോളയ്ക്കും ഇല്ല മാറ്റം. ഇത് ജാഗ്വാറിൻ്റെ XJ6 ആണ്. ഇത് 2005 മോഡലാണ് ഈ വണ്ടിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെ 4 ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ സൈഡിലാണ്. എന്തിനാണ് സൈഡിലൊക്കെ ഉള്ളതുകൊണ്ട് മുമ്പോട്ട് കാണുമെന്നൊന്നും അറിയില്ല. ഇത് മസ്താൻ്റെ ഒരു മോഡലാണ്. ചുവപ്പ് കളറായതുകൊണ്ട് നല്ലോണം ലുക്കുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ, ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. നല്ലൊരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു വണ്ടിയാണ്. ആ സമയത്ത് തന്നെ 2.5 ലക്ഷം റേഞ്ചാണ്. കോണ്ടസയ്ക്ക് ആകെ 80,000 ഉള്ള സമയത്തൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് 2.5 ലക്ഷം ഉണ്ടായിരുന്നു. ഇത് മെറ്റഡോർ ടെമ്പോ ആണ് കേട്ടോ. പെയിൻറ്റിങ് കൊണ്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. ഇത് 800 അല്ല കേട്ടോ. 800-നെക്കാളും ഒരു ചെറിയൊരു വണ്ടിയാണ്. ഇപ്പോൾ ഈ കാണുന്ന വണ്ടിയാണ് 800. ഇത് ഇറങ്ങിയ സമയത്ത് ഈ മോഡലാണ് ഇറങ്ങിയത്. 85 സമയത്താണ് 800 ഇറങ്ങാൻ തുടങ്ങിയത്. ലാൻസറാണ് ഈ വണ്ടി. ഇത് അൾട്ര ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. 50 റുപ്യ കൊടുത്ത് വന്നാലെന്താ, ടിക്കറ്റ് 50 റുപ്യ ആണെങ്കിലും അതിലേക്കുള്ള മുതലുണ്ട് കേട്ടോ. എന്തായാലും ആൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടും, പെൺകുട്ടികളുടെ കാര്യം അറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കയറിയതാണ്. ഫാമിലി ആർക്കുണ്ടായിരുന്നു. ഒരു നേരത്തെ ഇറങ്ങിപ്പോയിന്. ഞാൻ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഒരു 1-1.5 മണിക്കൂറായിട്ട് കറങ്ങി നടക്കുകയാണ്. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടീൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്, കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒരു സിമ്പിളായിട്ട് അങ്ങോട്ട് കാണിച്ചതാണ്. എന്തായാലും ഈ വഴിക്ക് വരാനെങ്കിൽ മൈസൂരാണ്. മൈസൂരിൽ പയാന നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഗൂഗിൾ മാപ്പിൽ പയാന മ്യൂസിയം അടിച്ചാൽ മതി. എന്തായാലും വന്ന് കണ്ട നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിവേ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ഒപ്പം വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ നമ്മുടെ ചാനൽ ഇതേപോലെ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക.